അങ്ങനെ ഈ ഒരു സെഷനോട് കൂടിയിട്ട് നമ്മുടെ കളിയിൽ അല്പം കാര്യം സീസൺ 2 സമ്മർ ക്യാമ്പ് അവസാനത്തിലേക്ക് എത്തുകയാണ്. സോ വി ആർ റീച്ചിങ് അവർ ലാസ്റ്റ് സെഷൻ. അവസാന സെഷൻ നയിക്കാനായിട്ട് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരാളെ തന്നെയാണ്, സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി. സ്വാമിജിയെക്കുറിച്ച് 2 വാക്ക്. അമ്മയുടെ ആദ്യകാല സന്യാസി ശിഷ്യരിൽ ഒരാളാണ് സംഭൂജി സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി. 4 ദശാബ്ദങ്ങളായി അമ്മയോടൊപ്പമുള്ള സ്വാമിജി ആശ്രമത്തിൻ്റെ മുഖപത്രമായ മാതൃവാണിയുടെ പ്രസാധകനാണ്. അമ്മയുടെ ഉപദേശങ്ങളുടെ സമാഹരണമായ ഉപദേശാമൃതം, ജ്യോതിർഗമയ തുടങ്ങിയവ സമാഹരിച്ചതും സ്വാമിയാണ്. കൂടാതെ അമൃത ഈ സർവിൻ്റെയും ബാലസംസ്കൃതി മാതൃസംസ്കൃതി കേന്ദ്രങ്ങളുടെയും ഇടുക്കി ജില്ലയിലെ ആശ്രമ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം സ്വാമി ജ്ഞാനാമൃതാനന്ദപുരിയാണ് വഹിച്ചിരിക്കുന്നത്. പൂജനീയ സ്വാമിജിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ സ്വാമിജിയെ പൊന്നാട ചാർത്തി ആദരിക്കുവാനായി അമൃത വിശ്വവിദ്യാപീഠം കൊച്ചിൻ ക്യാമ്പസ് ഡീൻ ആൻഡ് ഡയറക്ടർ ശ്രീ കൃഷ്ണകുമാർ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിറഞ്ഞ കയ്യടിയോടുകൂടി ഇരുവരെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം തന്നെ സ്വാമിജിക്ക് സ്നേഹോപഹാരം നൽകുന്നതിനായി അമൃത വിശ്വവിദ്യാപീഠം കൊച്ചിൻ ക്യാമ്പസ് അസിസ്റ്റന്റ് പ്രൊഫസർ സഞ്ജു സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സ്വാമിജി. ഇനി അമൃത വിശ്വവിദ്യാപീഠം കൊച്ചിൻ ക്യാമ്പസ് ഡീനും ഡയറക്ടറുമായ ശ്രീ കൃഷ്ണകുമാർ സാറിന് അമൃത ടിവിയുടെ സ്നേഹോപഹാരം നൽകുന്ന ചടങ്ങാണ്. അതിനായി അമൃത ടിവി ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് ശ്രീ അജയൻ കെ നായർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ. അമൃതേശ്വരി നമഃ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പ്രണാമം. നമശിവായ. ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ നടന്ന കളിയും ആ കളിയിൽ കൂടി അല്പം കൊച്ചു കൊച്ചു കാര്യങ്ങളും നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു അല്ലേ? ഈ 2 ദിവസം നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയും ആണ് ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത്, ആണോ? പറയടൂ, 2 ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? 2 ദിവസം വീട്ടിൽ നിന്ന് മാറി ഇവിടെ 2 ദിവസം കഴിഞ്ഞു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കളികളുണ്ട്, കഥകളുണ്ട്, പാട്ടുണ്ട്, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു. വീട്ടിൽ അച്ഛനോ അമ്മയോ പഠിക്കുന്നോ അല്ലെങ്കിൽ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയാനോ ആരുമില്ല. എല്ലാം കൊണ്ടും വളരെ പിന്നെ നല്ല കൂട്ടുകാരെ കളിക്കാൻ, അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയങ്ങളായിരുന്നു കഴിഞ്ഞ 2 ദിവസം അല്ലേ? ആണോ? അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ നമുക്ക് വലിയ സന്തോഷമുണ്ടാകും ഇല്ലേ? നമ്മൾ അച്ഛനോട് അമ്മയോട് ഒരു കാര്യം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഉടനെ അത് വാങ്ങിത്തരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും അല്ലേ? അപ്പോൾ നമ്മൾ പറയും എത്ര സ്നേഹമുള്ള അമ്മ, എത്ര സ്നേഹമുള്ള അച്ഛൻ. പക്ഷെ ഒരു കാര്യം ചോദിച്ച് വാങ്ങി തന്നില്ലെങ്കിലോ നമ്മുടെ മുഖം വല്ലാതെ വീർക്കും. നമ്മൾ അമ്മ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ മിണ്ടില്ല, ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകില്ല അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് സാഹചര്യങ്ങൾ വന്നാൽ നമുക്ക് വളരെ സന്തോഷമുണ്ടാകും. മറിച്ച് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു, അത് അതേപോലെ നടക്കുന്നില്ല എന്ന് വരുമ്പോൾ നമുക്ക് വലിയ വിഷമമുണ്ടാകും, ആണോ? അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ വേഗം വന്നു ചേരണം ഇല്ലേ? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് 12ാം ക്ലാസ് പാസ്സായ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ വളരെ സന്തോഷമുണ്ടാകും. മറ്റ് ക്ലാസ്സിലൊന്നും പഠിക്കാതെ വളരെ വേഗം തന്നെ 12ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് എൻജിനീയറിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല, ട്യൂഷന് പോകേണ്ട ആവശ്യമില്ല, ഹോംവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എല്ലാം വളരെ വേഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ടാകും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ആരൊക്കെ കൈവരിച്ചിട്ടുണ്ടോ അതൊന്നും ഒരു കസേരയിൽ ചാരി ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ടി വിയിലെ സിനിമയും കണ്ടുകൊണ്ട്
അങ്ങനെ റിലാക്സ് മോഡിൽ ഇരുന്നിട്ട് ആരും ഒന്നും ലോകത്ത് വലിയ കാര്യങ്ങൾ നേടിയിട്ടില്ല. ലോകത്ത് വിജയം കൈവരിച്ചവരുടെ ജീവിതം നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെയധികം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളിൽ കൂടിയും കടന്നു പോയിട്ടുള്ളവർ മാത്രമേ വിജയത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. വിജയത്തിൻ്റെ കൊടുമുടി കീഴടക്കിയ ആൾക്കാരെല്ലാവരും തന്നെയും ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകളിൽ കൂടിയും പ്രതിസന്ധികളിൽ കൂടിയും കടന്നു പോയിട്ടുള്ളവരാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എവറസ്റ്റ് കയറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എവറസ്റ്റിൻ്റെ മുകളിലേക്ക് എത്തുന്നതിന് മുൻപ് അവർ കടന്നു പോകുന്ന പരിശീലനങ്ങൾ, കഷ്ടപ്പാടുകൾ അതെത്ര വലുതാണെന്നറിയുമോ? അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ 25, 30, 40 കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ക്ലാസ്സിൽ ഏറ്റവും അധികം മാർക്ക് വാങ്ങുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ CBSEയുടെ 12ാം ക്ലാസ്സിൻ്റെയൊക്കെ റിസൾട്ടൊക്കെ വരുന്നു, അതിലൊക്കെ ഏറ്റവും അധികം മാർക്ക് വാങ്ങുന്ന കുട്ടികൾ അതേസമയം പല സബ്ജക്റ്റിനും ഒരുപക്ഷെ പരാജയപ്പെട്ട അല്ലെങ്കിൽ അത്ര ജസ്റ്റ് ഒന്ന് പാസ്സായ കുട്ടികൾ, അപ്പോൾ പല റേഞ്ചിലായിരിക്കും ആളുകൾക്ക് മാർക്ക് ഉണ്ടാവുക. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഇവർക്കെല്ലാം ഈശ്വരൻ നൽകിയിട്ടുള്ള സമയം ഒരുപോലെയാണ്, 24 മണിക്കൂർ മാത്രമാണല്ലേ. ഒരു ഈശ്വരൻ ഒരാളെ സെലക്ട് ചെയ്തിട്ട് നിനക്ക് ഇപ്രാവശ്യത്തെ ഫസ്റ്റ് റാങ്ക്, അതുകൊണ്ട് നിനക്ക് 24 മണിക്കൂറിന് പകരം ഒരു 30 മണിക്കൂർ ഞാൻ എൻ്റെ വകയായിട്ട് നിന്നെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് റാങ്കിന് വേണ്ടി, അതുകൊണ്ട് എല്ലാവർക്കും 24 മണിക്കൂർ ഞാൻ കൊടുക്കുന്നുള്ളൂ. നീ എൻ്റെ സ്പെഷ്യൽ കിഡ് ആയതുകൊണ്ട് നിനക്കൊരു 6 മണിക്കൂറെ കൂട്ടി 30 മണിക്കൂർ നിനക്ക് തരാം. അങ്ങനെ ആർക്കെങ്കിലും നൽകാറുണ്ടോ? നിങ്ങളുടെ ടീച്ചർ ക്ലാസ്സിലുള്ള 20-30 പേരെയും പഠിപ്പിക്കുന്നത് ഒരേപോലെ തന്നെയാണ്, ഒരേപോലെ എല്ലാവരും ചെവി കേൾക്കുന്നുണ്ട്, ഒരേപോലെ അവസാനം പരീക്ഷയ്ക്ക് വരുമ്പോൾ ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസാണ് കിട്ടുന്നത്. പക്ഷെ ചിലർക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നു, ചിലർക്ക് മാർക്ക് കുറവ് കിട്ടുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം ഒരു പക്ഷേ നമുക്ക് ഒരു കാര്യം കേട്ടാൽ ഗ്രഹിക്കാനുള്ള ശേഷി ചില കുട്ടികൾക്ക് കൂടുതലുണ്ടാകും. ചില കുട്ടികൾക്ക് ക്ലാസ്സിൽ ടീച്ചർ പറയുന്നത് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. മറ്റു ചിലർക്ക് അത് നോട്ട് എഴുതി വീട്ടിൽ പോയി ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാകും, ചിലർക്ക് 2 പ്രാവശ്യം വായിച്ചാലേ മനസ്സിലാകില്ല. ഈ ഒരു വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ എന്നാൽ തന്നെയും എല്ലാവർക്കും ഒരുപോലെയാണ് സമയമുള്ളത്. ആ സമയത്തെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടിരിക്കും നമ്മുടെ വിജയവും പരാജയവും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ഏതൊരു കാര്യത്തിനും ബുദ്ധിമുട്ടിയെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടാതെ വളരെ വേഗം നമുക്ക് ഫലം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരിടത്ത് 2 പൂന്തോട്ടക്കാരുണ്ടായിരുന്നു. അടുത്തടുത്ത സ്ഥലത്ത് അവർ ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ 2 ആൾക്കാരും മാർക്കറ്റിൽ പോയിട്ട് ഒരേപോലെയുള്ള 2 മരത്തിൻ്റെ തൈ വാങ്ങിക്കൊണ്ടുവന്നു. ഈ 2 തോട്ടക്കാരും അവരുടെ തോട്ടത്തിൽ നട്ടു വളർത്തുന്നതിന് വേണ്ടി ഒരേപോലെയുള്ള മരത്തിൻ്റെ ഓരോ തൈകൾ ഓരോരുത്തരും വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് അവർ 2 പേരും അവരുടെ തോട്ടത്തിൽ ഈ തൈകൾ നട്ടു. എന്നിട്ട് അതിൽ ഒരു തോട്ടക്കാരൻ തൻ്റെ മരം വളരെ ഭംഗിയായിട്ട് വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചിട്ട് നല്ലപോലെ വെള്ളം കൊടുത്തു, ആവശ്യത്തിലും അധികവും വളം കൊടുത്തു. അപ്പോൾ എന്ത് പറ്റി? ആ ചെടിക്ക് നല്ല വളം കിട്ടി, അതിങ്ങനെ വളർന്നു വരാൻ തുടങ്ങി. അപ്പം ദിവസവും പോയി നോക്കും, ദിവസവും വെള്ളം ഒഴിക്കും, ദിവസവും വളം കൊടുക്കും. അങ്ങനെ വളരെയധികം ശ്രദ്ധ കൊടുത്തിട്ടാണ് ഈ തോട്ടക്കാരൻ ഈ മരത്തെ വളർത്തിയത്. പക്ഷെ മറ്റേ തോട്ടക്കാരനുണ്ടല്ലോ, അദ്ദേഹം ഒരു കുഴി എടുത്തിട്ട് അത് നട്ടു, അന്നേരം കുറച്ച് വളം കൊടുത്തു, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു, പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. അടുത്ത ആഴ്ച വന്ന് വീണ്ടും കുറച്ച് വെള്ളം കൊടുത്തു, കുറച്ച് വളം കൊടുത്തു, വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ല. അപ്പം 2 മരങ്ങളും ഒരുവിധം വളർന്നു. അതിൽ ഏറ്റവും അധികം നന്നായിട്ട് തഴച്ചു വളർന്നത് ഏതായിരിക്കും? ആദ്യത്തെ മരമായിരിക്കും. വളരെയധികം വെള്ളവും വളവും ഒക്കെ കിട്ടിയത് കൊണ്ട് പുറമേ നോക്കിക്കഴിഞ്ഞാൽ തഴച്ചു വളർന്ന് പടർന്ന് പന്തലിച്ച്, ഒന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ, ഒരു മരം അങ്ങനെ വളർന്ന് പന്തലിച്ച് നല്ല പച്ചപ്പോടുകൂടി ആ പ്രദേശമാകെ നിറഞ്ഞു നിൽക്കുന്ന വലിയ ഒരു മരം. മറ്റേ തോട്ടക്കാരൻ്റെ മരമാണെങ്കിൽ അതും വളർന്നു, പക്ഷെ അത്രമാത്രം വലിയ രീതിയിൽ വളർന്ന് വലുതായിട്ടില്ല. അതിലും പൂക്കളൊക്കെ വന്നു, കായ്ക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗംഭീരമായ കാറ്റും മഴയും വന്നു. നിർത്താതെ ഒരാഴ്ചക്കാലം നിറഞ്ഞ് മഴ പെയ്തു. വെള്ളം എല്ലായിടവും കെട്ടി നിൽക്കാൻ തുടങ്ങി. വലിയ ഒഴുക്കും വെള്ളവും കാറ്റുമൊക്കെയായി. പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോൾ
ഒരു മരം കടപുഴകി വീണിട്ടുണ്ട്. അതേത് മരമായിരിക്കും? അതെന്താണ്? ആദ്യത്തെ മരമല്ലേ, വളർന്ന് പന്തലിച്ച് നിന്ന മരം. കേട്ടില്ല, എന്നാൽ തന്നെയും നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, മരങ്ങൾക്ക് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേര് ഭൂമിയുടെ താഴേക്ക് പോയി വെള്ളമുള്ള സ്ഥലം കണ്ടെത്തി, വെള്ളം അടുത്ത് കിട്ടിയാൽ അത്രയും പോയാൽ മതിയല്ലോ. നിങ്ങൾക്കിപ്പോൾ കുടിക്കാൻ ഉള്ള വെള്ളം നിങ്ങളുടെ ഇരിക്കുന്നതിന് മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് കുടിക്കും. നിങ്ങൾക്ക് നല്ല ദാഹമുണ്ട്, വെള്ളം അടുത്തില്ല, ഇവിടുന്ന് 1 കിലോമീറ്റർ പോയെങ്കിൽ മാത്രമേ കുടിക്കാൻ വെള്ളം കിട്ടുകയുള്ളൂ എങ്കിൽ നിങ്ങൾ നടന്ന് അവിടം വരെ പോകും. അത്രയും നടന്നു പോകുന്നത് കൊണ്ട് നിങ്ങളുടെ കാലുകൾക്കും ശരീരത്തിനും ആ വ്യായാമം കിട്ടും. പക്ഷെ എപ്പോഴും നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം നിങ്ങളുടെ മുൻപിൽ തന്നെ വെച്ച് തരികയാണ്. കഴിക്കാൻ അടുക്കളയിൽ പോലും പോകേണ്ട ആവശ്യമില്ല. എൻ്റെ ഏറ്റവും സ്നേഹമുള്ള മോനല്ലേ, മോളല്ലേ, അവന് ദാഹിക്കുമ്പോൾ അപ്പം തന്നെ വെള്ളം കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ നിങ്ങൾ ഇരിക്കുന്നിടത്ത് വെള്ളവും ഭക്ഷണവും എല്ലാം കൊണ്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കും, നല്ല തടി വയ്ക്കും, അവസാനം ഒന്ന് എഴുന്നേക്കണമെന്നുണ്ടെങ്കിൽ ക്ഷീണമായിരിക്കും. അതേസമയം ദൂരേക്ക് പോയി എടുത്ത് കഴിക്കേണ്ട ഒരവസ്ഥ വന്നു കഴിയുമ്പോൾ നമ്മൾ അത്ര കൂടി അധ്വാനിക്കും. അപ്പം അതേപോലെ തന്നെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ തോട്ടക്കാരൻ ആ മരത്തിന് വേണ്ട വെള്ളവും വളവും ആവശ്യത്തിലും അധികം കൊടുത്തത് കൊണ്ട് അതിൻ്റെ വേരുകൾക്ക് പ്രത്യേകിച്ച് പണി ചെയ്യേണ്ടി വന്നില്ല. അതുകൊണ്ട് വേരുകൾക്ക് അധികം പടർന്ന് പന്തലിക്കേണ്ടി വന്നില്ല. ആ വേരുകൾക്ക് അധികം ആഴത്തിലേക്ക് പോകേണ്ടി വന്നില്ല. അതുകൊണ്ട് എന്തു പറ്റി? അതിന് ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ മറ്റേ പാവം വൃക്ഷം, അതിന് വേണ്ടത്ര വെള്ളം ആ തോട്ടക്കാരൻ കൊടുത്തില്ല. അതുകൊണ്ട് ആ വൃക്ഷത്തിന് തന്നെ പണിപ്പെടേണ്ടി വന്നു. അതിൻ്റെ വേരുകൾക്ക് ആഴത്തിലേക്ക് പോകേണ്ടി വന്നു. വെള്ളം എവിടെയാണ് ഉള്ളത് എന്ന് അന്വേഷിച്ച് പോയിട്ട് അവിടെ നിന്നും വെള്ളം കണ്ടെത്തി കുടിക്കേണ്ടി വന്നു. അവിടെ പോയിട്ട് ഭക്ഷണം കണ്ടെത്തേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വേരുകൾ അതിൻ്റെ ആഴത്തിലേക്ക് പോയത് കൊണ്ട് എത്ര വലിയ കൊടുങ്കാറ്റ് വന്നിട്ടും അതിനെ തകർക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്ക് വേണ്ടത് ആവശ്യത്തിലും അതിലധികവും കിട്ടിക്കൊണ്ടിരുന്നാൽ വാസ്തവത്തിൽ അത് നമ്മളെ വളർത്തുകയല്ല, നമ്മളെ തളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും അച്ഛനമ്മമാർ, ഒരു പക്ഷേ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളുടെ അച്ഛനമ്മമാർ ചിലർ ഒരു ഡ്രസ്സെന്ന് പറയുമ്പോൾ തന്നെ 4 ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നുണ്ടാകും. ഒരു ചെരുപ്പെന്ന് പറയുമ്പോൾ തന്നെ പല നിറത്തിലും ഫാഷനുമുള്ളത് കിട്ടുന്നുണ്ടാകും. എനിക്കൊരു ഐസ്ക്രീം കഴിക്കണമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ കാറിൽ കയറ്റി കൊണ്ടുപോയി വിവിധ വാനിലയുടെ ആയിക്കോട്ടെ, അങ്ങനെ പല രീതിയിലുള്ള ഫ്ലേവറോട് കൂടി ഐസ്ക്രീം വാങ്ങി തരുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് പറയണം, അച്ഛാ, അമ്മേ, നിങ്ങൾ എന്നെ വളർത്തുകയല്ല, തളർത്തുകയാണ് ചെയ്യുന്നത്. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അതെൻ്റെ ആഗ്രഹം, പക്ഷെ നിങ്ങളെന്താണ് ചെയ്യേണ്ടത്? അതെനിക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് 2 പ്രാവശ്യം ചിന്തിച്ച് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചു തരിക. ഇതാണ് തിരിച്ച് സ്വയം വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അച്ഛനമ്മമാരോട് പറയേണ്ടത്. അതേപോലെ ചില വീടുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവർക്ക് ഒരു പക്ഷേ വേണ്ടത്ര സാമ്പത്തികം ഉണ്ടായിന്ന് വരില്ല. നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടുകാർ ഇപ്പം യൂണിഫോം ആകുമ്പോൾ ഏതാണ്ട് ഒരുപോലത്തെ നിറത്തിലുള്ളതായിരിക്കാം. ഒരു പക്ഷേ ചില സ്കൂളുകളിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ബർത്ത്ഡേക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പോഴൊക്കെ വളരെ മനോഹരമായ ഡ്രസ്സുകൾ കാണുമ്പോൾ സ്വാഭാവികമാണ് കുട്ടികളുടെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ എൻ്റെ അച്ഛനും അപ്പോൾ വീട്ടിൽ പോയിട്ട് അച്ഛനോടും അമ്മയോടും പറയും, എനിക്ക് അങ്ങനെയുള്ള ഡ്രസ്സ് വേണം. അപ്പോൾ അച്ഛനും അമ്മയും പറയും, മോനെ, നിൻ്റെ ഫീസ് തരാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുകയാണ്, ഇത് എവിടെ നിന്നാണ് ഈ കാശ് തരാൻ കഴിയുക എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത്. നമ്മുടെ ചില അച്ഛനമ്മമാർ പറയണ്ട, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് വളർന്നത്, അതുകൊണ്ട് എൻ്റെ കഷ്ടപ്പാടുകൾ എൻ്റെ കുട്ടികൾ ഒരിക്കലും അറിയാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന സ്നേഹനിധികളായിട്ടുള്ള അച്ഛനമ്മമാരുണ്ട്. പക്ഷെ അത് യഥാർത്ഥ സ്നേഹമല്ല. കാര്യം ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത എത്രമാത്രം ഉണ്ട് എന്ന് ആ അച്ഛനമ്മമാരോടൊപ്പം ആ കുട്ടികളും അറിയുമ്പോൾ മാത്രമേ, നിങ്ങൾ അച്ഛനോടൊരു കാര്യം ചോദിക്കുമ്പോൾ, അമ്മയോടൊരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു തോന്നലുണ്ടാകുന്നു, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ അത്രയും കാശില്ല, അതുകൊണ്ട് ഞാനത് ആവശ്യപ്പെടാൻ പാടില്ല, ജസ്റ്റ് ആവശ്യത്തിന് മാത്രം മതി എന്ന് പറയുവാനുള്ള ഒരു മനസ്സാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. കാര്യം അങ്ങനെ ഏറ്റവും ആവശ്യത്തിന് മാത്രം. ആശ്രമത്തിൽ, അമൃതപുരി ആശ്രമത്തിലെ അമ്മ മാതാ അമൃതാനന്ദമയി ദേവി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോഴാണ് നമുക്ക് സ്പൂണും കാര്യങ്ങളൊക്കെ ഉള്ളത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വീടുകളിൽ കഞ്ഞി കുടിക്കാൻ വേണ്ടി കഞ്ഞി വിളമ്പിക്കഴിഞ്ഞാൽ
അത് സ്പൂണല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ അമ്മമാർ പറയും, മോളെ പോയിട്ട് 3 പ്ലാവില കൊണ്ടുവരാൻ പറയും. അപ്പം നിങ്ങളൊരു പക്ഷേ ഇന്ന് ചിന്തിക്കുക, ഈ പ്ലാവില കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് കുടിക്കുക, ഇതിങ്ങനെ എങ്ങനെ കുടിക്കും നിങ്ങൾക്കറിയില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് അച്ഛനമ്മമാരോട് പറയുക, ഇന്നൊന്ന് കഞ്ഞി വെച്ച് തരാൻ പറയുക, എന്നിട്ടൊരു പ്ലാവില കുത്തി അതെങ്ങനെയാണ് കുടിക്കേണ്ടത് എന്ന് കാട്ടിത്തരാൻ പറയുക. വളരെ രസകരമാണത്. അപ്പോഴങ്ങനെ പ്ലാവില പിച്ചാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അമ്മ പറഞ്ഞു 3 പ്ലാവില വേണമെന്ന് പറഞ്ഞു, ആരെങ്കിലും 3 ഗസ്റ്റ് വന്നിട്ടുണ്ടാകും, അവർക്ക് 3 പ്ലേറ്റിൽ കഞ്ഞി വിളമ്പിയിട്ട് അത് പ്ലാവില കൊണ്ട് കോരി കുടിക്കാൻ വേണ്ടി 3 ഇലയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾ നമ്മളെന്തായിരിക്കും ചെയ്യുക, നമ്മൾ വേഗം പറമ്പിലേക്ക് പോകും, എന്നിട്ട് ഒന്ന് ചാടി പിടിക്കുമ്പോൾ ഒരു കമ്പി കിട്ടും, അതൊറ്റ വലിച്ച് താഴേക്കിടും, അത് ഒടിച്ചു കൊണ്ടുവരും. അതിനകത്ത് 3-ന് പകരം 30 ഇലകൾ അതിനകത്ത് ഉണ്ടാകും. അമ്മ പറയും, നമുക്ക് 3 ഇലയെ ആവശ്യമുള്ളൂ എങ്കിൽ ആ 3 ഇല മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. മറിച്ച് അതിൽ കവിഞ്ഞ് ഒന്നെടുക്കുകയാണെങ്കിൽ നമ്മളത് പ്രകൃതിയിൽ നിന്നും അപഹരിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ചേട്ടനും അനിയൻ 2-3 പേരുണ്ടെന്ന് കരുതിക്കൊള്ളൂ. നിങ്ങളുടെ അമ്മ എവിടെയെങ്കിലും പോകുന്നു, ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ പറയും, രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അടുക്കളയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ വൈകുന്നേരത്തേക്ക് വരും, വഴക്കൊന്നും കൂടാതെ വേണ്ട പോലെ നിങ്ങളെല്ലാവരും എടുത്ത് കഴിച്ചോണം എന്ന് പറഞ്ഞിട്ട് 3 മക്കളെയും ചട്ടം കെട്ടിയിട്ട് അമ്മ പോകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പോയ സമയത്ത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണുള്ളത്, കഴിച്ചപ്പോൾ വീണ്ടും കൊതി വന്നു, അടുത്ത ഒരാളിൻ്റെയും കൂടി എടുത്ത് കഴിച്ചാൽ മറ്റേ ആൾക്ക് വയറു നിറച്ച് കിട്ടുമോ? മറ്റൊരാളുടെയും കൂടി അപകരിച്ച് കഴിക്കുമ്പോൾ ഒരാൾക്ക് കുറവാണ് വരുന്നത്. ആണോ അല്ലയോ? ആ ചെയ്യുന്നത് ശരിയാണോ? ഇതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്, അല്ലേ? നമ്മുടെ അമ്മയാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഈ പ്രകൃതി എന്ന് പറയുന്ന അമ്മയുടെ ഈ ലോകത്ത് ആരൊക്കെയാണ് ജീവിക്കുന്നത്? എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട്, ഉണ്ടോ ഇല്ലയോ? അതിൽ മനുഷ്യർ മാത്രമാണോ? പ്രകൃതി എന്ന് പറയുന്ന അമ്മയുടെ സന്തതികളായിട്ടുള്ളത് മനുഷ്യർ മാത്രമല്ല, പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളും ഇഴജന്തുക്കളും നമ്മുടെ മുന്നിൽ കൂടി ഇഴയുന്ന ചെറിയ ഉറുമ്പ് പോലും ആരുടെ സന്തതികളാണ്? ഈ അമ്മയുടെ സന്തതികളാണ്, അല്ലേ? അങ്ങനെ പ്രകൃതിയെ നമ്മൾ നമ്മുടെ അമ്മയായിട്ട് കാണുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും നമ്മുടെ സഹോദരന്മാരും നമ്മുടെ ബന്ധുക്കളുമല്ലേ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും അധികപ്പറ്റൊന്ന് എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? മറ്റുള്ള ഒന്നിനുള്ള ഇത് നമ്മൾ അപഹരിക്കുകയാണ്. അപഹരിച്ചാൽ നമ്മളൊരു കടയിൽ പോയി മോഷ്ടിച്ചാൽ അതിൻ്റെ ശിക്ഷ എന്താണ്? ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ചുള്ള ശിക്ഷ നമുക്ക് കിട്ടില്ലേ? അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അപഹരിക്കുന്നതിലൂടെ പ്രകൃതി നിശ്ചയിച്ചിട്ടുള്ള ചില ശിക്ഷകളുണ്ട്. ആ ശിക്ഷകളുടെ ഏറ്റവും നമ്മൾ പെട്ടെന്ന് അറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖമായിക്കൊള്ളട്ടെ ദുഃഖമായിക്കൊള്ളട്ടെ, ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം മാത്രമാണ്. നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടാകുമ്പോൾ നമ്മളിപ്പോഴെന്താ പറയുക? അവൻ കാരണം, അവൻ എന്നെക്കുറിച്ച് അവനോട്, അല്ലെങ്കിൽ അവൾ എന്നെക്കുറിച്ച് അവളോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് അവൻ്റെ വഴക്ക് കേട്ടു, അല്ലെങ്കിൽ എനിക്ക് വിഷമമുണ്ടായി, അല്ലെങ്കിൽ ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞു. ഇങ്ങനെ നമുക്കുണ്ടാകുന്ന വിഷമങ്ങളെ നമ്മൾ മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടും. വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ വേദന നമുക്ക് തിരികെ വരിക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടുക. അറിഞ്ഞോ അറിയാതെയോ ആരുടെയെങ്കിലും ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന ഇന്നല്ലെങ്കിൽ നാളെ തിരികെ നമ്മളിലേക്കും തിരികെ എത്തും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള വേദനകൾ ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് സന്തോഷം നൽകിയാൽ തിരികെ നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്തായിരിക്കും? സന്തോഷമായിരിക്കും. മറ്റൊരാൾക്ക് വേദന കൊടുത്താൽ തിരികെ നമ്മളിലേക്ക് കടന്നു വരുന്നതും വേദനയായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രകൃതിയുടെ പാഠം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ ഓരോ ദിവസത്തെയും കൊണ്ടുപോകുവാനായിട്ട്. അപ്പോൾ ഇതോടൊപ്പം ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളെ വാസ്തവത്തിൽ കഷ്ടപ്പാടായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ബുദ്ധിശേഷിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈശ്വരൻ നമുക്ക് തന്ന ഒരു സാഹചര്യമാണ് അത് എന്ന് കണ്ടുകൊണ്ട് ആ സാഹചര്യത്തെ ശപിക്കാതെ അതിനെ അതിവർത്തിച്ച് മുന്നോട്ട് പോകുവാനുള്ള ബുദ്ധിപരമായ ചിന്തയിലൂടെ അതിനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കണ്ടെത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധിയെയും നമുക്ക് സ്വാഗതം ചെയ്യാൻ കഴിയണം.
അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് വീട്ടിൽ ചില ദിവസങ്ങളിൽ ഭക്ഷണം കിട്ടിയില്ല എന്ന് കരുതുക. ചില ദിവസങ്ങളിൽ പട്ടിണി കിടക്കേണ്ടി വന്നു. പക്ഷെ ചില ദിവസങ്ങളിൽ പട്ടിണി കിടന്ന് നമ്മൾ ശീലിച്ചാൽ നാളെ ഒരു സമയത്ത് നമ്മൾ യാത്ര ചെയ്തു പോകുന്നു, അവിടെ ചെല്ലുമ്പോൾ അവിടെ ഭക്ഷണമൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ ബന്ധായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഹോട്ടൽ ഉണ്ടായിരുന്നില്ല, സമയത്തിന് ഭക്ഷണം കിട്ടിയില്ല, നമ്മൾ തളർന്നു വീഴില്ല. അതേസമയം മറ്റേ ആ വൃക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ 3 നേരവും കൃത്യമായി ഭക്ഷണം കഴിച്ച് ശീലിച്ച ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? തലവേദന ഉണ്ടാവും, തലകറക്കമുണ്ടാകും, ഒന്നും കേൾക്കാൻ പറ്റില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു നേരം ഭക്ഷണം ഒഴിവാക്കി ശീലിച്ച വ്യക്തിക്ക് അത് പ്രശ്നം വരില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ധാരാളം വ്രതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഏകാദശി ദിവസം ഉപവാസം എടുക്കണമെന്ന് പറയാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് അച്ഛനമ്മമാരോട് ചോദിച്ചു നോക്കുക, ഏകാദശി മുതിർന്നവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അതായത് മാസത്തിലെ 2 ദിവസം, ഏകാദശി ദിവസം, നവമി, ദശമി, ഏകാദശി. അപ്പോൾ ഏകാദശി ദിവസം ഉപവാസം എടുക്കണം എന്ന് പറയാൻ കാരണം 2 ആഴ്ച, ആ 2 ആഴ്ചയിൽ, അതായത് 30 ദിവസം ഉള്ളതിൽ 2 ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരുന്നാലുള്ള പ്രയോജനം എന്താണെന്നറിയോ? എന്താണെന്ന് പറയാമോ? 30 ദിവസം ഉള്ളതിൽ 2 ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നു. 15 ദിവസത്തിൽ ഒരു ദിവസം, അടുത്ത 15 ദിവസത്തിൽ ഒരു ദിവസം. ഈ 15 ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാണ്ടിരുന്നാൽ അതിൻ്റെ പ്രയോജനം എന്താണെന്നറിയോ? അടുത്ത 14 ദിവസം ഒരു അസുഖമില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റും. അത് ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ ഇന്ന് നിങ്ങൾ ആവശ്യത്തിനും അതിലധികവും ഭക്ഷണം കഴിക്കുന്നു. ചില ദിവസം വയറിന് അസുഖം വരുന്നു, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, അല്ലേ? ചില ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വീട്ടിലുണ്ടാക്കും, പക്ഷേ വയറ് വേദന ആയതിൻ്റെ കാരണം കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. ശരിയല്ലേ? അതുപോലെ നിങ്ങളുടെ വണ്ടി, നിങ്ങൾക്ക് വാഹനങ്ങളുള്ള ആൾക്കാർക്കറിയാം, ഇന്ന് സ്കൂട്ടറും കാറും മിക്ക വീടുകളിൽ ഉണ്ടാകും. അത് ഇടയ്ക്കിടയ്ക്ക് സർവീസിങ് കൊടുക്കാറില്ലേ? ഇത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ സർവീസിങ്ങിന് പോകണം, അടുത്ത ഇത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ സർവീസിങ്ങിന് പോകണം. വേണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ജനിച്ച ഇത്ര കാലമായിട്ട് നിങ്ങളായിട്ട് നിങ്ങളുടെ ഈ വണ്ടി എന്ന് പറഞ്ഞ ശരീരം സർവീസിങ് കൊടുത്തിട്ടുണ്ടോ? അസുഖം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതല്ലാതെ. അപ്പോൾ അസുഖം വന്നിട്ട് സർവീസിങ്ങിന് കൊടുക്കുന്നതാണോ നല്ലത്? ഈ കമ്പനിക്കാർ പറയുന്നു 10,000 കിലോമീറ്റർ കഴിയുമ്പോൾ സർവീസിങ്ങിന് പോകണം, 15,000 കിലോമീറ്റർ കഴിയുമ്പോൾ അടുത്ത സർവീസിങ്ങിന് പോകണം. അങ്ങനെ കൃത്യമായിട്ട് സർവീസിങ്ങിന് പോയാൽ ഓടിപ്പോകുന്ന സമയത്ത് റോഡിൽ കിടക്കേണ്ടി വരുമോ? ആ സർവീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആയിട്ട് റോഡിൽ കിടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഈ ശരീരത്തെയും മനസ്സിനെയും എന്നും ആരോഗ്യത്തോടു കൂടി നിർത്തണമെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് വിശ്രമം കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിനാണ് പറയുന്നത് 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസമെങ്കിലും, മുഴുവനല്ലെങ്കിൽ തന്നെയും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒഴിവാക്കുക. അത്രയും വയറിനൊരു വിശ്രമം കൊടുത്താൽ നമ്മുടെ ശരീരത്തിന് അത്രയും ആരോഗ്യമുണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ കൂടുതൽ ചിന്തിക്കും, കൂടുതൽ പ്രയത്നിക്കും. നിങ്ങളുടെ വീട്ടിൽ അമ്മ എവിടെയോ പോയി, വരാമെന്ന് പറഞ്ഞ ദിവസം വന്നില്ല, വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ കണ്ടെത്തി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലേ? അപ്പം നിങ്ങൾ ആലോചിക്കും, അവിടെ ചെല്ലുന്ന സമയത്ത് തക്കാളിയുണ്ട്, കുറച്ച് സവാളയുണ്ട്, കുറച്ച് മുളകുണ്ട്, കുറച്ച് ഉപ്പുണ്ട്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അടുപ്പിൽ കത്തിച്ച് വേവിക്കാനൊന്നും അറിയില്ല, എന്നാൽ പച്ചയ്ക്ക് കഴിക്കാം. അപ്പം നിങ്ങൾ ആലോചിക്കും, എങ്ങനെ എനിക്ക് ഇതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും? അപ്പോൾ നിങ്ങളുടെ മനസ്സ് ബുദ്ധി ആലോചിക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വരുമ്പോഴും അതിനെ ഒരു അവസരമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെയുള്ളവർ മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിച്ചിട്ടുള്ളൂ. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളെ ഒരിക്കലും ഒരു കഷ്ടപ്പാടായിട്ട് കാണാൻ ശ്രമിക്കാതിരിക്കുക. വീട്ടിൽ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ അതിനെ കൂടുതൽ നമ്മുടെ കഴിവുകളെ വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങളായിട്ട് ഈശ്വരൻ നൽകി എന്ന് കരുതിക്കൊണ്ട് കൂടുതൽ അധ്വാനിക്കുവാനും പ്രയത്നിക്കുവാനുമുള്ള ശ്രമം ചെയ്യുക. അതൊന്ന്. 2, നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ചോദിക്കുക. അമ്മേ, അച്ഛ, എന്നെ സ്കൂളിലേക്ക് വിടുന്നു, ഇതിനുള്ള സാമ്പത്തികമായിട്ട് അത്രമാത്രം നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്, പ്രയാസമുണ്ടോ? അപ്പോൾ അതുകൂടെ നിങ്ങളും കൂടി മനസ്സിലാക്കി, വീടിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ ചെലവ്, നിങ്ങളുടെ ഒരു മാസത്തെ ചെലവിൽ ഒരു 100 രൂപ നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വലിയൊരു സഹായമല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ ജോലി ചെയ്ത്
ശമ്പളം കിട്ടി അത് അച്ഛനമ്മമാർക്ക് കൊണ്ടു കൊടുക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ചെലവുകളിൽ നിന്നും മിച്ചം വെച്ച് ആ പൈസ തിരികെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ കഴിയുന്നതിൽ. ആണോ ഇല്ലയോ? അപ്പോൾ അമ്മ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് സമയം നോക്കാൻ എന്താണ് നമ്മൾ ഉപയോഗിക്കുക? ഇപ്പം മൊബൈലുള്ളവരുണ്ട്, വാച്ച് അല്ലേ? വാച്ചിലാണ് നമ്മൾ സമയം അറിയുന്നത്. ഒരു 2000 രൂപയുടെ വാച്ചുണ്ട്, 20,000 രൂപയുടെ വാച്ചുണ്ട്, 2 ലക്ഷം രൂപയുടെ വാച്ചുണ്ട് അല്ലേ? സമയം അറിയാൻ ഇതിൻ്റെ എല്ലാം ഉപയോഗം എന്താണ്? സമയം അറിയുക എന്നത് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പം 2 ലക്ഷം രൂപയുടെ വാച്ചാണെന്ന് കരുതിക്കൊണ്ട് 10 മണി എന്ന് പറയുമ്പോൾ 11 മണി കാണിക്കും. അത് 2 ലക്ഷം രൂപയുടെ വാച്ച് 10 മണിക്ക് 11 മണി കാണിച്ചാൽ നമ്മളത് വീട്ടിൽ വെക്കത്തേ ഉള്ളൂ അല്ലേ? അത് കൈ കെട്ടി നടക്കുമോ? എൻ്റെ സ്വർണ്ണ വാച്ചാണ്, ഒരാൾ ഈ സമയം എത്രയായി, ആ സമയം മാത്രം പറയില്ല, സ്വർണം മാത്രമേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? ആണോ അല്ലയോ? അപ്പോൾ വാച്ചിന് സമയം അറിയുക എന്നുള്ളതാണ് വാച്ചിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ആ ഉപയോഗത്തിന് ഉള്ള വാച്ച് നമ്മുടെ സാമ്പത്തിക ഭദ്രത അനുസരിച്ച് വാങ്ങുന്നതിലാണ് നമ്മുടെ വിവേകം ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ പോകുമ്പോൾ അത് നമ്മളെ കൂടുതൽ കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും കഷ്ടപ്പാടുകളിലേക്കും മാത്രമേ അപ്പോൾ ഓരോ കാര്യങ്ങൾ, ഒരു വസ്ത്രം വാങ്ങുന്ന സമയത്ത് എനിക്ക് ആവശ്യത്തിന് വസ്ത്രം വീട്ടിലുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ പുതിയ വാങ്ങുന്നത്? നമ്മൾ ചിന്തിക്കുക. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എപ്പോഴും നമ്മളൊരു കാര്യം ആലോചിക്കുക, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ആരുടെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം? നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം. മറിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ കഴിയില്ല, ഒരിക്കലും നമുക്ക് സമാധാനം ഉണ്ടാകില്ല. നമ്മളൊരു നല്ല ഡ്രസ്സ് ഇട്ട് കൂട്ടുകാരുടെ മുമ്പിൽ ഞെളിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ദിവസം അതിനേക്കാൾ നല്ലൊരു ഡ്രസ്സുമായിട്ട് മറ്റൊരാൾ വന്നാൽ കൂട്ടുകാരെല്ലാം അങ്ങോട്ട് പോകും അല്ലേ? നമ്മൾ പുറന്തള്ളപ്പെടും, നമുക്ക് വിഷമമാകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സന്തോഷമുണ്ടോ സംതൃപ്തിയുണ്ടോ എന്ന് ചിന്തിക്കുക. പ്രതിസന്ധികളെ ഒരു മുന്നോട്ട് പോകുവാനുള്ള ശക്തി പകരുന്നതിനുള്ള ഉപാധിയാക്കി കാണാൻ ശ്രമിക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. പണ്ടൊക്കെ നിങ്ങൾ ഇപ്പോഴത്തെ പ്രൈമറി ക്ലാസ്സുകളിൽ ഈ കഥയുണ്ടോയെന്ന് അറിയില്ല. പണ്ട് കാലങ്ങളിൽ പ്രൈമറി ക്ലാസ്സുകളിൽ, അതായത് മണ്ണാങ്കട്ടയും കരിയിലയും കൂടി കാശിക്ക് പോയ കഥ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ അല്ലേ? മണ്ണാങ്കട്ടയും കരിയിലയും കൂടെ ഒരിക്കൽ കാശിക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം മണ്ണാങ്കട്ട ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. ആകെ ബോറടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ആരോട് കഥ പറയണമെന്നറിയില്ല, കൂട്ടുകാരുമില്ല. അങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഈ മണ്ണാങ്കട്ട ഇരിക്കുമ്പോഴാണ് ഒരു കാറ്റടിച്ച് ഒരു കരിയില അതിൻ്റെ അടുത്ത് വന്ന് വീണത്. അപ്പം നോക്കിയപ്പം ഒരു കരിയില. നീ ആരാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കരിയിലയാണ്. അപ്പം ഇങ്ങനെ അവർ കഥകളൊക്കെ പറഞ്ഞപ്പോൾ 2 കൂട്ടരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കാശി. അപ്പോൾ 2 പേരും കൂടെ തീരുമാനിച്ചു, കരിയില ഒറ്റയ്ക്കാണ്, മണ്ണാങ്കട്ട ഒറ്റയ്ക്കാണ്. അവരങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കാശിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട് കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ നല്ലൊരു കാറ്റടിച്ചു. കാറ്റടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? കരിയില പറന്നു പോകും. അപ്പോൾ തൻ്റെ കൂട്ടുകാരി പറന്നു പോകുന്നത് വിഷമം തോന്നിയിട്ട് ഈ മൺകട്ട എന്ത് ചെയ്തു? അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. അപ്പോൾ കാറ്റിനെ കൊണ്ടുപോകാൻ കിട്ടില്ല. കരിയിലേക്ക് വലിയ സന്തോഷമായി, എന്നെ രക്ഷിച്ചല്ലോ. കാറ്റൊക്കെ അടങ്ങിക്കഴിഞ്ഞപ്പോൾ 2 പേരും കൂടെ വീണ്ടും മുന്നോട്ട് നടന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ ഒരു വലിയ മഴ വന്നു. മഴ ഇങ്ങനെ ചാരി തുടങ്ങി. അപ്പം മൺകട്ട പറഞ്ഞു, ഈ മഴ ഇങ്ങനെ തീർത്ത് കുറച്ച് സമയം നിൽക്കുകയാണെങ്കിൽ ഞാൻ അലിഞ്ഞു പോകും, ഞാൻ ഇല്ലാതാകുമെന്ന് പറഞ്ഞു. അപ്പോൾ കരിയില പറഞ്ഞു, നീയാണ് എന്നെ രക്ഷിച്ചത്, അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു മഴയ്ക്ക് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ കരിയില അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. അങ്ങനെ മഴയിൽ നിന്നും ആ മൺകട്ടയെ രക്ഷിച്ചു. വീണ്ടും അവർ മുന്നോട്ട് നടന്നു. കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് നടന്നപ്പോൾ കാറ്റ് വന്നു. കാറ്റ് വന്നപ്പോൾ മൺകട്ട അതിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് മഴയും കൂടി വന്നു. മഴയും കാറ്റും ഒരുപോലെ വന്നാൽ എന്താ ചെയ്യുക? മണ്ണാങ്കട്ട അലിഞ്ഞും പോയി, കരിയില പറന്നും പോയി. ഇതാണ് കഥ. എങ്ങനെയുണ്ട് കഥ? നല്ല കഥയല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിലും ഇതേപോലെയുള്ള അവസരങ്ങളുണ്ടാവും ഇല്ലേ? നമ്മുടെ കൂട്ടുകാർ ഒരുമിച്ച് പോകുന്ന സമയത്ത് ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഒരു വിഷമം ഉണ്ടാകുമ്പോൾ പറയും, നീ വിഷമിക്കണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ അല്ലേ? അങ്ങനെ അവൻ്റെ കൂടെ നമ്മൾ നല്ല ഉറച്ചു നിന്ന് അവനെ ആ പ്രതിസന്ധിയിൽ നിന്നും ആ വിഷമത്തിൽ നിന്നും ഒക്കെ നമ്മൾ രക്ഷപ്പെടുത്തും. കുറച്ച് കഴിയുമ്പം നമുക്കൊരു വിഷമം വരുമ്പം മറ്റവൻ പറയും, നിന്നെ അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കില്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, കട്ടയ്ക്ക് ഞാനുണ്ട്, ധൈര്യമായിട്ട് നിന്നോളൂ എന്ന് പറയും.
പക്ഷെ ചില സമയത്ത് നമ്മൾ രണ്ടുപേരും കൂട്ടിയാൽ കൂടാത്ത ചില വിഷമങ്ങളുണ്ടാവും ഇല്ലേ? നമ്മുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ നമ്മൾ മനുഷ്യന്മാരാരും വിചാരിച്ചാൽ പോലും തീർക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളുണ്ടാവും. ആ സമയത്ത് മനുഷ്യൻ്റെ എല്ലാ പ്രയത്നങ്ങളും വിഫലമാകുന്ന ചില സമയങ്ങളുണ്ടാവും. നമ്മൾ വിചാരിച്ചാൽ അങ്ങ് ചന്ദ്രനിൽ പോകാം, അങ്ങ് വേണമെങ്കിൽ എവിടെ വേണേലും പോകാം, പക്ഷിയെപ്പോലെ നമുക്ക് പറക്കാം, മീനെപ്പോലെ നമുക്ക് സമുദ്രത്തിൽ നീന്താം. ഇതിനൊക്കെയുള്ള കഴിവ് നമുക്കുണ്ട്. ഒരു ബട്ടൺ അമർത്തിയാൽ ഈ ഭൂമിയെ മുഴുവൻ നമുക്ക് ഭസ്മമാക്കാൻ കഴിയും. അത്രമാത്രം നമ്മൾ ശാസ്ത്രീയമായിട്ട് വികാസം പ്രാപിച്ചു എന്നൊക്കെ നമ്മൾ അഭിമാനിക്കും. പക്ഷേ ചെറിയൊരു തലവേദന വന്നാൽ കഴിഞ്ഞില്ലേ? അപ്പം നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടുമുള്ള പലരുടെ ജീവിതവും നമ്മൾ എടുത്തു നോക്കിയാൽ മനുഷ്യൻ്റെ കഴിവുകൾക്ക് ഒരു പരിമിതിയുണ്ട്. അതിനപ്പുറം ഈശ്വരൻ്റെ ഒരു നിശ്ചയം മാത്രമാണ് അതിനെയെല്ലാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ കഴിവുകൾക്ക് ഒരു പരിമിതിയുണ്ട്. അതിനപ്പുറം ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ച് നിൽക്കുന്ന ഒരു പ്രപഞ്ച ശക്തിയുണ്ട്. അപ്പോൾ ആ ശക്തിക്ക് നമ്മൾക്ക് പ്രാർത്ഥനാപൂർവം ആ ശക്തിയെ സ്മരിക്കാൻ കഴിയണം. ഇപ്പോൾ എൻ്റെ കഴിവ് എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ പറയും എൻ്റെ കഴിവ് എന്ന് പറഞ്ഞ് കൈക്കൊരു വേദന വന്നാൽ ഒരു പെണ്ണെടുത്ത് എഴുതാൻ നമുക്ക് കഴിയുമോ? അപ്പോൾ എൻ്റെ കഴിവാണെന്നുണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ ഒരു കാര്യം ആലോചിക്കൂ. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു, എല്ലാ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നന്നായിട്ട് പഠിച്ചു, ഏത് ഭാഗത്തുനിന്ന് ചോദ്യം വന്നാലും, അപ്പോൾ പരീക്ഷയ്ക്ക് തലേ ദിവസം കൂട്ടുകാർ കമ്പൈൻ സ്റ്റഡിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഓരോ ചോദ്യവും ചോദിക്കുന്നു. അതിനെല്ലാം നിങ്ങൾ മണിയായിട്ട് ഉത്തരങ്ങൾ നൽകുന്നു. 100-ൽ 100 മാർക്കും ഉറപ്പ്. അത്രമാത്രം നന്നായിട്ട് പഠിച്ച് അത് ബോധ്യപ്പെട്ട പരീക്ഷ ഹാളിൽ വന്നിരിക്കുന്നു. അപ്പോൾ പരീക്ഷ ഹാളിൽ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. നമ്മൾ വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ച് നോക്കിയ സമയത്ത് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്കറിയാവുന്ന ക്വസ്റ്റ്യനാണ്. ആദ്യം തൊട്ട് ഇങ്ങനെ വളരെ സ്പീഡിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്ന് ഒരു ക്വസ്റ്റ്യൻ്റെ അവിടെ എത്തിയപ്പോൾ ഓർമ്മയിലേക്ക് വരുന്നില്ല, അത് മനസ്സിലേക്ക് വരുന്നില്ല. കാര്യം ഇന്നലെ കൂടെ പഠിച്ചതാണ്, രാവിലെ അത് റിവൈസ് ചെയ്താണ് പഠിച്ചതാണെന്ന് ഉറപ്പുണ്ട്. പക്ഷെ അത് മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. ബാക്കിയെല്ലാം നന്നായിട്ട് പഠിച്ചതാണ്, പക്ഷെ അത് ഓർമ്മയിലേക്ക് വരുന്നില്ല. ആകെ വിഷമം. എന്നപ്പെട്ട അവസാനം ഒന്നുകൂടെ നോക്കാമെന്ന് കരുതി ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്തു. പക്ഷെ എന്നിട്ടും ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രം മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. അവസാനം സമയമായി. ആൻസർ ഷീറ്റ് എല്ലാം കൊടുത്തിട്ട് ക്ലാസ് റൂമിന് വെളിയിലേക്ക് ഇറങ്ങി കൂട്ടുകാരോട് പറയുന്നു, എടി എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുകയും പെട്ടെന്ന് ഉത്തരം വരികയും ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കാറുണ്ടോ? ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പഠിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചാൽ എല്ലാം നടക്കേണ്ടതല്ലേ? ആണോ അല്ലയോ? അപ്പോൾ നമ്മളെക്കാൾ വേറെ ഒരു ശക്തിയാണ് നമ്മുടെ ഉള്ളിലിരുന്ന് ഓരോ സമയവും എന്താണ് വേണ്ടത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. ആ ശക്തിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രയത്നത്തോടൊപ്പം പറയാറുണ്ട്. ഏതൊരു കാര്യവും വിജയിക്കണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ വേണമെന്ന് പറയാറുണ്ട്. ഏതൊരു കാര്യവും വിജയിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. 1 കാലം, പ്രയത്നം, കൃപ. കാലം, പ്രയത്നം, കൃപ. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ 9ാം ക്ലാസ് പാസ്സായിട്ട് 10ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പോയി ചേരണ്ടേ? 10ാം ക്ലാസ്സിൽ അഡ്മിഷൻ എല്ലാം കഴിഞ്ഞിട്ട് മാർച്ച് മാസത്തിൽ 10ാം ക്ലാസ്സിൽ ചേരാൻ ചെന്നാൽ എങ്ങനെ ഉണ്ടാവും? കഴിച്ചുവോ? അപ്പോൾ 10ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്ന ആ സമയത്ത് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. അതാണ് കാലം. നമ്മൾ ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും അതിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യണം. ഒരു കൃഷി ഇറക്കുകയാണെങ്കിൽ ആ കൃഷി ഇറക്കേണ്ട സമയത്ത് കൃഷി ഇറക്കണം. അതാണ് കാലം എന്ന് പറയുന്നത്. അപ്പോൾ കാലത്തിന് കൃത്യമായ സമയത്ത് അഡ്മിഷൻ എടുത്തു, അതുകൊണ്ട് 10ാം ക്ലാസ് പാസ്സാകുമോ? പ്രയത്നം വേണം. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കണം, ദിവസവും പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കണം, അത് കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യണം, പ്രിപ്പയർഡ് ആകണം, എന്നിട്ട് പരീക്ഷയ്ക്ക് പോയിട്ട് എഴുതണം. അങ്ങനെ നമ്മൾ കാലം ശരിയായിരുന്നു, നമ്മൾ നന്നായിട്ട് പ്രയത്നിച്ചു. പക്ഷേ എന്നിട്ടും ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് പരാജയം സംഭവിക്കാമല്ലേ? ചില കുട്ടികൾ പറയും നന്നായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്താണ്, പക്ഷേ മാർക്ക് വന്നപ്പോൾ മോശമായി. ചിലർ പറയും ഞാനൊന്നും കാര്യമായിട്ട് എഴുതിയില്ല,
പക്ഷെ മാർക്ക് വന്നപ്പോൾ ഞാൻ തന്നെ അതിശയിച്ച് പോയി, എൻ്റെ മാർക്കാണോ എന്ന്. അങ്ങനെ തോന്നാറില്ലേ? ചില സബ്ജക്റ്റുകൾ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകില്ല, പക്ഷെ അത് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. നന്നായിട്ട് പഠിച്ച ഒരു സബ്ജക്റ്റിന് തെരഞ്ഞു പിടിച്ച് നമുക്ക് അറിയാത്ത ചോദ്യം മാത്രമായിരിക്കും വരിക. അങ്ങനെ സംഭവിക്കാറില്ലേ? അപ്പോൾ ഇതൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഒരു കൃപയാണ്. ആ കൃപ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഈശ്വരൻ്റെ കൃപയാണ് ഈ കാലവും പ്രയത്നവും അനുകൂലമായിട്ട് വന്നാലും നമ്മുടെ പ്രയത്നത്തെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് ഈശ്വരൻ്റെ കൃപയാണ്. ആ ഈശ്വരൻ എവിടെയാണ് ഇരിക്കുന്നത്? ഈശ്വരൻ അങ്ങ് മുകളിൽ ഇരുന്നിട്ട് ആ കൃപ ഇങ്ങനെ ഓരോരുത്തർക്ക് തരികയാണോ? ആ കൃപ, ആ ഈശ്വരൻ്റെ കൃപ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആ ഈശ്വരൻ അങ്ങ് സ്വർഗത്തിൻ്റെ മുകളിലൊരു സിംഹാസനത്തിൽ ഇരുന്നിട്ട് നമ്മൾ 24 മണിക്കൂറും എന്ത് ചെയ്യുന്നു എന്ന് നോക്കി അതിന് മാർക്കിടുന്ന ഒരു ഹെഡ് മിസ്റ്റേഴ്സ് അല്ല ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരൻ നമ്മോടൊപ്പം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഓരോ ചിന്തയും ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്തകളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സാക്ഷിയായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ മറച്ചു വെച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ആ ഈശ്വരൻ്റെ തന്നെ സന്തതികളാണ് മറ്റുള്ള ജീവരാശികൾ. അപ്പോൾ ഈശ്വരൻ്റെ കൃപ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവരോട് നമ്മൾ ചെയ്യുന്ന സ്നേഹവും മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന സേവനവും മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന സഹായവും മറ്റുള്ളവർക്ക് നമ്മൾ നൽകുന്ന സന്തോഷവുമാണ് ഈശ്വരൻ്റെ കൃപയായിട്ട് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കാലം, പ്രയത്നം, കൃപ, ഈ 2 കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഈശ്വര കൃപയ്ക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അച്ഛനമ്മമാരോടുള്ള സ്നേഹം, അവർക്ക് ചെയ്യുന്ന സേവനം, മറ്റുള്ള പക്ഷി മൃഗാദികളോട് ചെയ്യുന്ന സേവനം, മറ്റ് സസ്യങ്ങളോട് ചെയ്യുന്ന സേവനം, ആവശ്യമില്ലാത്ത മൃഗങ്ങളെയും പക്ഷികളെയും ഉപദ്രവിക്കാതിരിക്കുക, ഓടിപ്പോകുന്ന ഒരു നായയുടെ നേരെ ഒരു രസത്തിന് കല്ലെടുത്ത് അതിനെ എറിയാതിരിക്കുക, ഒരു ഉറുമ്പ് പോയി കഴിയുമ്പോൾ വിരൽ കൊണ്ട് അതിനെ വെറുതെ കൊല്ലാതിരിക്കുക. ആലോചിക്കണം, ഒരു തേനീച്ച ഉണ്ടെങ്കിലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുകയുള്ളൂ. ഒരു തേനീച്ച പോലും നമ്മുടെ ജീവിതത്തിന് വേണ്ടി അതിൻ്റെ സേവനം ചെയ്യുന്നുണ്ട്. നടന്നു പോകുന്ന സമയത്ത് വെറുതെ റോഡരികിൽ വളർന്നു നിൽക്കുന്ന ഒരു ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ മണ്ട വെറുതെ നുള്ളിക്കളയുക നമ്മൾ ചെയ്യാറില്ലേ? ആലോചിച്ച് നോക്കൂ, ആ ചെടിയെ നുള്ളിക്കളയുമ്പോൾ ഒരാവശ്യവുമില്ലാതെ നുള്ളിക്കളയുമ്പോൾ അതിനൊരു വേദനയുണ്ടാകും. നമ്മളെ നുള്ളിയ വേദനയില്ലേ? അതുപോലെ വേദന അതിനുണ്ട് എന്ന് നമ്മൾ കരുതുക. അങ്ങനെ ഒരു ജീവിക്കും വേദന കൊടുക്കാതെ മറ്റുള്ളവർക്ക് എങ്ങനെ സന്തോഷവും സമാധാനവും കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിച്ച് നമ്മുടെ ഓരോ നിമിഷത്തെയും മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈശ്വരൻ്റെ കൃപ നമ്മളിലേക്ക് വരുന്നത്. ആ കൃപയുള്ളപ്പോഴാണ് ഈ പരീക്ഷാ ഹാളിലായിക്കോട്ടെ, ഒരു ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിലിരിക്കുമ്പോഴാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഓരോ അവസരത്തിലും അപകടങ്ങളെ ഒഴിവാക്കി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് ആ ഈശ്വരൻ്റെ കൃപയാണ്. അതിനുവേണ്ടി നമ്മുടെ ജീവിതം ഈശ്വര കൃപയ്ക്കായിട്ട് എല്ലാവരെയും ഈശ്വരനായി കണ്ട് സ്നേഹിക്കുവാനുള്ള, സേവിക്കുവാനുള്ള ഒരു ഭാവം ഉണ്ടാകുക. നമുക്കറിയാം, നമ്മൾ ഹോട്ടലിൽ പോകുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ചില ആൾക്കാർ കാറൊക്കെ പാർക്ക് ചെയ്യുന്നിടത്ത് കണ്ടിട്ടില്ലേ? അവർ ജോലിക്ക് വേണ്ടി ആ വെയിലത്തും മഴയത്തും അവരവിടെ നിൽക്കുകയാണ്. നമ്മളവരെ നോക്കിയിട്ട് ഒരു പുച്ഛത്തോടു കൂടി അവരെ അവിടെ ജോലി ചെയ്യുന്ന നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് പോകും. പക്ഷെ അവരവിടെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവരവിടെ ആ കഷ്ടപ്പെട്ട ആ വെയിലത്തും മഴയത്തും അവിടെ നിന്ന് അവർക്ക് ഒരു മാസം കിട്ടുന്ന 10,000 15,000 രൂപ കൊണ്ട് വീട്ടിൽ പോയിട്ട് അവരുടെ ഭാര്യയും കുട്ടികളെയും, നിങ്ങളെപ്പോലെ പഠിക്കുന്ന കുട്ടികൾ അവർക്കുമുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് അവരിവിടെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് അവർക്ക് നേരെ നമ്മളൊരു പുഞ്ചിരി കൊടുത്താൽ, നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒരാളുണ്ട്, നമ്മൾ വെറുതെ ഒരു ചിരി കൊടുക്കുക, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ നോക്കി ചിരിക്കുമ്പോൾ അദ്ദേഹം തിരിച്ച് നമ്മുടെ നേരെ ഒരു ചിരി തരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം, അതൊരു ഐസ്ക്രീം കഴിച്ചാൽ കിട്ടുന്ന സന്തോഷമാണോ? അങ്ങനെ നമ്മളൊരു ഹോട്ടലിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഡോർ തുറക്കാൻ നിൽക്കുന്ന ഒരാൾ, ആ ആൾക്ക് ചെയ്യുന്ന ഒരു പുഞ്ചിരി, അങ്ങനെ ഓരോ ആവശ്യം, നമുക്കൊരു സഹായവും സേവനവും ചെയ്യാത്ത അറിയപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് നേരെ നമ്മൾ പൊഴിക്കുന്ന ഒരു പുഞ്ചിരി പോലും ഈശ്വരൻ്റെ കൃപ നമ്മളിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സന്തോഷം നൽകുന്നതാകുമ്പോൾ ഓരോ നിമിഷവും നമ്മളിലേക്ക് വന്നു ചേരുന്നതും സന്തോഷവും സമാധാനവുമായിരിക്കും. നമ്മൾ സ്നേഹം മറ്റുള്ളവർക്ക് പകരുമ്പോൾ ചുറ്റുമുള്ള സകല ജീവികളിൽ നിന്നും നമ്മളിലേക്ക് വന്നു ചേരുന്നതും സ്നേഹവുമായിരിക്കും. അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നേരെ ശാപവാക്കുകൾ ചൊരിയാതെ അതിനെ അവസരമാക്കിക്കണ്ട് മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും കഴിയട്ടെ. അതിനെല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമഃശിവായ. പ്രണാമം.